സംവിധാനം സതീഷ് സംഘമിത്ര. നമസ്കാരം. ഒരു നാടിൻ്റെ പേരിൽ ഒരു സമിതി അറിയപ്പെടുക, കൊച്ചിൻ സംഘമിത്ര. ആ സമിതിയുടെ പേരിൽ ഒരു വ്യക്തി അറിയപ്പെടുക, സതീഷ് സംഘമിത്ര. ലോക മലയാളികളുടെ ഹൃദയങ്ങളിൽ വേദിയിലെ ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കൊണ്ടും സംവിധാന കലയെന്ന മനോഹാരിത കൊണ്ടും സ്വർണ്ണ നൂലുകളിൽ തുന്നിച്ചേർത്ത നാമധേയമാണ് സതീഷ് സംഘമിത്ര. ചാനൽ 91 ന്യൂസിലേക്ക് അദ്ദേഹത്തെ ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സതീഷ് സംഘമിത്രയാണ്, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ. സർ നമസ്കാരം. സംവിധായകനായും നടനായും നാടകത്തെ ജനങ്ങളിലേക്ക് ഇത്രയധികം എത്തിച്ച മറ്റൊരു കലാകാരൻ കേരളത്തിലില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾ നാടകപ്രേമികൾക്ക് അഭിമാനമാണ്. എങ്ങനെയായിരുന്നു തുടക്കം? ഇതൊന്നും ആലോചിച്ചുകൊണ്ടല്ല തുടക്കം. എനിക്ക് പണ്ട് മുതലേ പാട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് ബിച്ചു തിരുമലയും കണ്ണൂരാജ മാഷും അതുപോലുള്ള സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. അന്ന് നമ്മുടെ കൊല്ലത്തുള്ള കാതോട് കാതോരം ഇതിലെല്ലാം പാടിയിരിക്കുന്ന പാട്ടുകാരിയുണ്ടല്ലോ, അവർ ആദ്യത്തെ നാടകത്തിൽ അവർ പാട്ട് പാടി. ഇപ്പോൾ ഞാൻ 50ാമത്തെ വർഷത്തിൽ വന്ന് നിൽക്കുകയാണ്. കലാപ്രവർത്തനത്തിലെ 50ാം വർഷം. അതെ, നാടകത്തിൻ്റെ 50ാം വർഷം. നാടകത്തിൻ്റെ 50ാം വർഷം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ 50ാം വർഷത്തിൽ എനിക്ക് തോന്നുന്നത് സംവിധാനവും അഭിനയവും നിർമ്മാണവും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു 50 വർഷം പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാടകം തുടങ്ങണം എന്നാഗ്രഹം ഉണ്ടായത്. 50 വർഷം തികയ്ക്കുക, അതെൻ്റെ ഒരു മോഹം. അതിന് വരുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വരും. ഇഷ്ടമുള്ള കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നഷ്ടങ്ങൾ ഓർക്കരുത്. ഒരു ഉപദേശം കൂടിയാണത്. അപ്പോൾ ആ ഒരു ഇത് ആക്കണം എന്നുള്ളൊരാഗ്രഹം. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ, ഒരു കാലത്ത് അല്ല, ഏത് കാലത്തും പുതിയ നാടകൃത്തുക്കളെയും പുതിയ നടീനടന്മാരെയും പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരണമെന്നൊരാഗ്രഹമുള്ള ആളാണ് ഞാൻ. ഇന്ന് മലയാള നാടകവേദിയിലോ അല്ലെങ്കിൽ സീരിയലിലോ സിനിമയിലോ ഒക്കെയുള്ള പലരും കൊച്ചിൻ സംഘമിത്രയിലൂടെ ഒന്ന് കയറി ഇറങ്ങിയവരൊക്കെ ആയിരിക്കും. ആർക്കും തള്ളിപ്പറയാൻ പറ്റുകയില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്നുമാണ് ഇപ്പോൾ ഈ 50ാം വർഷം വന്ന് നിൽക്കുന്നത്. ഇതിനിടയിൽ ഒരു 4 വർഷത്തെ ഗ്യാപ്പ് സംഭവിച്ചു. അത് എൻ്റെ കുറ്റമല്ല. നമ്മളാരും പ്രതീക്ഷിക്കാതെ കൊറോണ എന്ന ഭീകരം വന്ന് പിടികൂടിയപ്പോൾ, പക്ഷെ അതിനുശേഷം മലയാള നാടകത്തിന് സംഭവിച്ചിരിക്കുന്ന അപജയം എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയാണോ? അതെങ്ങനെയാണ്? മൊത്തത്തിൽ മാറ്റം വന്നു എന്ന് പറയാൻ എല്ലാവരും ഗ്രൂപ്പ് കളി ആരംഭിച്ചു. ലോബി, മാഫിയ എഴുത്തിലും സംവിധാനത്തിലും അത് ദോഷകരമായി ബാധിച്ചു എന്നാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, പണ്ട് നമ്മൾ കുറച്ച് പുറകോട്ട് പോവുക. ഈ നാടകം പ്രൊഫഷണൽ നാടകം ഇറക്കുന്നവരാരാണ്? അവരെല്ലാം ഏതെങ്കിലും ഒരു കഴിവുള്ളവരായിരിക്കും. ഒന്നുകിൽ എഴുത്തുകാരനായിരിക്കും. എസ്.എൽ. സദാനന്ദൻ എഴുത്തുകാരനായിരുന്നു.
തോപ്പിൽ ഭാസി എഴുത്തുകാരനായിരുന്നു, കണ്ണൻപിള്ള ചേട്ടായി, എൻ പിള്ള, ഇങ്ങനെ ഇവരൊക്കെ. പിന്നെ തിലകൻ ചേട്ടൻ നടനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് സംഗമത്തിൻ്റെ വിൽസൺ സാമുവൽ മ്യൂസീഷ്യനായിരുന്നു. അങ്ങനെ കലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു നാടക സമിതി ഇറക്കിയിരുന്നത്. ആലോചിച്ച് നോക്കുക. അല്ലാതെ ഒരാളെ പറയാൻ പറ്റുമോ? പക്ഷെ ഇന്നോ, പണ്ട് കരകുളം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇനി ഒരു കാലത്ത് ആക്രി കച്ചവടക്കാരനും അബ്കാരിയും എല്ലാം മലയാള നാടകത്തിനെ ഇട്ട, പ്രൊഫഷണൽ നാടകത്തിനെ ഇട്ട് അമ്മാനമാടുന്നൊരു കാലം വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാടക നടന്മാർക്ക് അവരുടെ മനസ്സിലുള്ള ആരാധനയുള്ള 2 പേരാണ്. ഒന്ന് സതീഷ് സംഗമിത്രയും, ഒന്ന് കരകുളം ചന്ദ്രനും. അത് ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള നിരവധിയായ അനുഭവങ്ങൾ സതീഷ് ചേട്ടന് ഉണ്ടായിട്ടില്ലേ? അന്നും ഇന്നും. ഇപ്പം 4 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോഴും സത്യത്തിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആൾക്കാർ നാടകം കാണാൻ വന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടോ നാടകം കഴിഞ്ഞും ഗ്രീൻ റൂമിലോട്ട് ഇടിച്ചു കയറി വരുന്നത് എന്ന് ഞാൻ അതിശയിക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരും എല്ലാവരും അന്തം വിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ഇതുപോലെ വന്നു. അത് ആണോ പെണ്ണോ വ്യത്യാസമൊന്നുമില്ല. അവർക്ക് ആ പണ്ടത്തെ മുതലേ ഉള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അവരുടെ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ അവർ പറഞ്ഞു കേൾപ്പിക്കുന്നത് ഇന്നയാളാണ് ഇന്നയാളെന്ന്. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും നാടകത്തെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അത് കാരണം കൊണ്ട് അവരിതെല്ലാം കേട്ട് നിന്നിട്ടങ്ങ് പോകും. പക്ഷേ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഒരു ഏജൻറ്റ് പോലും ഈ വർഷം ഞാൻ നാടകം ഇറക്കി, ഒരു ഏജൻറ്റ് പോലും ഒരു നാടകം പോലും തന്നിട്ടില്ല. അപ്പോൾ ഏജൻറ്റുകൾ നാടകം തന്നില്ല എന്ന് പറഞ്ഞാൽ നാടകം ഓടില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതെ, അതുകൊണ്ട് തന്നെ പിന്നെ തുടക്കത്തിൽ ഈ നാടകം കണ്ടതിന് ശേഷം മാത്രമാണ് എനിക്ക് ബുക്കിംഗ് മുഴുവൻ കിട്ടിയത്. ഈ വർഷം ഇറക്കിയ നാടകം. കാരണം ഇത് ഗ്രൂപ്പുകളിലിട്ട് പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും ആരും ഇല്ലാതെ പോയി. കാരണം ഇപ്പോഴത്തെ ഈ അവസ്ഥയെപ്പറ്റി എനിക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകണം, അല്ലെങ്കിൽ മേളയിൽ കളിക്കണം. മേളയിൽ കളിക്കണമെങ്കിൽ തന്നെ ഗ്രൂപ്പിൻ്റെ ഭാഗമായാലേ മേള കിട്ടുള്ളൂ. ഈ ലോബികൾക്ക് നമ്മൾ അടിമപ്പെടണം. അതെ, അല്ലെങ്കിൽ സതീഷ് ചേട്ടനെ പോലുള്ളവർക്ക് ഇനി പിടിച്ചിൽപ്പുണ്ടാവില്ല. സതീഷ് ചേട്ടാ, ഞാനൊക്കെ വളരെ ചെറുതിൽ, അന്ന് എൻ്റെ ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം, എൻ്റെ മനസ്സിലോർമ്മ വരുന്നൊരു നാടകം 1000 സൂര്യഗായത്രി. അപ്പോൾ അന്ന് ഈ 3 നടിമാരൊക്കെയാണ്, 3-4 പേരൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ക്യാരക്ടറിനെയൊക്കെ കണ്ടെത്തുക? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര പ്രേക്ഷകന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നാടകവും നടന്മാരെയും നടിമാരെയും ഒരുക്കിയെടുക്കുക, അത് എങ്ങനെ സാധ്യമായി? ആ അവസ്ഥയും ഈ അവസ്ഥയും ഒത്തിരി വ്യത്യാസമുണ്ട്. അന്ന് ഈ നാടകത്തിൽ അഭിനയിക്കുന്നവരാണെങ്കിലും അതിലെല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും ഇതൊരു കുടുംബം, നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കണം, ഒരു മനസ്സോടെ നിൽക്കണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയിൽ ഒരു കുടുംബമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളെന്തെങ്കിലും പുതിയത് ആരും കാണിക്കാത്തത് ആരും കാണാത്തത് കാണിക്കണമെന്ന് മാത്രമേ നമ്മുടെ മനസ്സിൻ്റെ ചിന്തയുള്ളൂ. പക്ഷെ ഇന്നതല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ നാടകം എഴുതുന്ന ആൾ ഞാനായിരിക്കണം, ഏറ്റവും കൂടുതൽ നാടകം സംവിധാനം ചെയ്യുന്ന ആൾ ഞാനായിരിക്കണം. അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇയാൾ എഴുതിയ നാടകം അയാളെ സംവിധാനം ചെയ്യൂ. അപ്പോൾ അവിടെ പെട്ടുപോകുന്ന പ്രൊഡ്യൂസറാണ്. പെടാൻ പ്രൊഡ്യൂസർമാരുണ്ടല്ലോ. എൻ്റെ ഈ പുതിയ നാടകത്തിനകത്ത് അച്ഛനോട് മകൻ പറയുന്നുണ്ട്, ഒരു കൊലപാതകത്തിൽ അവൻ ഇൻവോൾവഡ് ആയപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഞാൻ മനസ്സറിഞ്ഞതല്ല പെട്ടുപോയതാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ എത്ര എണ്ണത്തിൽ നീ പെട്ടിട്ടുണ്ട്? ഇപ്പം പെടുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ തന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ച് പുതിയ മലയാള വാക്കുകളൊക്കെ നമ്മളിനി പഠിക്കേണ്ടിയിരിക്കുന്നു നാടകത്തിലേക്ക് വേണ്ടി. കാരണം പണ്ട് നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു നാടകം പൊളിഞ്ഞു പോയാൽ എന്താ പറയുന്നത്? അത് പൊളിഞ്ഞു, തല്ലിപ്പൊളിയാണ്, പൊളിഞ്ഞു, ഇതല്ലേ. ഇന്ന് പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗംഭീരമായിരിക്കും. അടിപൊളി എന്ന വാക്ക് മലയാള നിഘണ്ടുവിൽ കയറിയിട്ടുണ്ട്, കയറേണ്ടി വന്നു.
അപ്പോൾ പൊളിച്ചടാ പൊളിച്ചു എന്നൊക്കെ പറയുമ്പോൾ എല്ലാം അങ്ങനെ ഒരു പൊളിയുടെ ഒരു കാലഘട്ടത്തിലാണ് ഈ ആധുനികം. നേരത്തെ പറഞ്ഞത് സതീഷ് ഏട്ടാ, ഈ നാടകം ഈ ഒരു വർഷത്തിൽ ധാരാളമായിട്ട് നാടകങ്ങൾ കളിക്കുന്നുണ്ട് കേരളത്തിൽ. അത് കാണാനും ആളുണ്ട്, നല്ല ആളുണ്ട്. കാരണം കുറേയധികം നാടകങ്ങൾ ഞാനും കണ്ടു. പക്ഷേ ഈ 18 വയസ്സായ ഒരു കഥാപാത്രത്തെ ഒരു രചയിതാവ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രം ആര് ചെയ്യും? പഴയ പോലുള്ള അവസ്ഥയല്ല. പഴയ വേദിയിലെ നടിമാരല്ലാതെ പുതുതലമുറയിൽ നിന്ന് ഒരു 10% പോലും നടനോ നടിയോ ഈ പ്രൊഫഷണൽ നാടകങ്ങളിലേക്ക് വരുന്നില്ല. എങ്ങനെ അതിനെ മറികടക്കും? നാടകത്തിന് വേണ്ടത്ര സാമ്പത്തിക നേട്ടം ഉണ്ടെന്ന് തോന്നിയാൽ ഈ പറയുന്നവരെല്ലാം വരും. അത് എങ്ങനെ തോന്നും? 30,000 രൂപയ്ക്ക് വേണം ഇപ്പോഴും നാടകം കളിക്കുന്നത്. പിന്നെ എങ്ങനെ നേട്ടം ഉണ്ടാവാനാണ്? 30,000 രൂപയ്ക്ക് നാടകം കളിക്കുമ്പോഴും ബാധിക്കപ്പെടുന്നത് കുറേയൊക്കെ ഉണ്ടല്ലോ. 10,000 രൂപ വാങ്ങിച്ചുകൊണ്ട് നാടകം മേളയെന്നും പറഞ്ഞ് കളിക്കുന്നു. സംഘടിതമായിട്ടുള്ള ഒരു സാഹചര്യവും നാടക പ്രവർത്തകർ തമ്മിലിടയിലില്ല. സത്യത്തിൽ ഇത് ഒരു ഈഗോ അല്ലേ തീർച്ചയായിട്ടും ഭരിക്കുന്നത്? തീർച്ചയായിട്ടും ഈഗോയാണ് നാടകലോകത്തെ ഭരിക്കുന്നത്. മാറാൻ ലക്ഷ്യമൊന്നുമില്ല, നമ്മൾ മാറുക എന്നുള്ളതേ ഉള്ളൂ. നാടകം മാറാൻ പോകുന്നില്ല. എൻ്റെ ഈ പുതിയ നാടകത്തിൽ 2 സ്ഥലത്ത് ഭയങ്കര കയ്യടി വരുന്നുണ്ട്. നാടകത്തിന് ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നുണ്ട്. അത് കൂടാതെ ഞാൻ പ്രതീക്ഷിക്കാത്ത 2 സ്ഥലത്ത്. ഒന്ന്, നാടകം കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നുണ്ട്, ഇരട്ട നഗരം എന്ന നാടകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കൈയടിച്ച് ജനം എഴുന്നേറ്റ് അങ്ങ് പോവുകയും ഞാൻ എല്ലാവരും വിളിക്കും. നാടകമല്ല, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. നിങ്ങൾ ഇരട്ട നഗരം കണ്ടു പൊടിയുന്നിട്ട് അങ്ങ് പോയി. അതാണോ വേണ്ടത്? ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ സംഭവിക്കാതെ ഒരു നല്ല കാര്യത്തിലേക്ക് വരുമായിരുന്നു നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ട് മനസ്സുകൊണ്ടെങ്കിലും ഈ നാടകം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലിട്ട് പോവുക. പെട്ടെന്ന് ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് അത് കളയരുത് എന്ന് പറഞ്ഞ് അവർ നമ്മളോട് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഉണ്ട് എന്നവർ പറഞ്ഞതിന് ശേഷമാണ് കട്ടം വീഴുന്നുള്ളൂ. അപ്പോൾ ഈ നാടകം ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. അതായത് ഇപ്പം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഈ നാടകം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും വന്നിട്ട് ഇത് തുടക്കം തന്നെ സുജാതനെ സുജാതൻ ഇതുപോലൊരു സെറ്റ് വരച്ചിട്ടില്ല. കാരണം കൊച്ചിയാണ് കാണിക്കുന്നത്. കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷം. ആ കപ്പൽ കിടക്കുന്നു, മറൈൻ ഡ്രൈവർ എല്ലാം ആണ് കാണിക്കുന്നത് ശരിക്കും. അതെല്ലാം അങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന ആ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുത്ത് എടുത്ത് ഇപ്പോഴത്തെ പോലെ കാണിക്കുകയല്ല. ഇപ്പോൾ കൂടുതലും എന്താണ്, ഫ്ലെക്സാണ്. ഇതല്ല, ഇരുന്ന് കുത്തിയിരുന്ന് മൈന്യൂട്ടായിട്ടുള്ള ഓരോന്നും വരച്ച് എഴുതിയുള്ള നാടകത്തിൻ്റെ ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു സ്റ്റാർ ഹോട്ടലിലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടിട്ട് പെതഡിൻ ഓവർഡോസ് കുത്തിവെച്ച് അവളെ കൊന്നിട്ട് അവിടെ ഈ കായലിലേക്ക് വലിച്ചെറിയുന്ന കാണിക്കുന്നത്. ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല, ഇന്ന് വരെ ഒരു പെണ്ണിനെ എടുത്ത് ഇതുപോലെ കായലിലേക്ക് വലിച്ചെറിയുന്നതൊക്കെ. ആ കഥാപാത്രമാണോ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ? അത് ഒരു സാവിത്രി എന്ന് പറഞ്ഞ പരിചയസമ്പന്നയായ ഒരു നടിയാണ്. അത് അത്രയും ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിന് വേറെ പ്രധാനപ്പെട്ടൊരു വേഷം കൂടി ചെയ്യാനുണ്ട് ഈ സാവിത്രിക്ക്. ആ സുധിയുടെ ഭാര്യ ചെയ്യുന്ന വേഷത്തിൻ്റെ ചേച്ചിയായിട്ട് വരും ഈ കഥാപാത്രം. അവരങ്ങനെ അതൊരു ഫസ്റ്റ് ഇൻട്രഡക്ഷൻ നമ്മൾ ഈ ഒരു കൊലപാതകം കാണിക്കുന്നു. പിന്നെ ആൾക്കാരെ അതങ്ങ് മറക്കാൻ വിടുന്നു. ആണ് ഞാൻ പറയുമല്ലോ, പുത്തൻ രീതിയിലുള്ള ഒരു സംവിധാനം തന്നെയാണ് ആ നാടകത്തിന് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ പിള്ളേർ പറയും ഞങ്ങളുടെ ഇതിലേക്ക് വരും, നിങ്ങളൊക്കെ കാലം കഴിഞ്ഞു പോയവരാണ്.
50 വർഷങ്ങൾക്ക് മുമ്പ് ആന കുതിരയൊക്കെ ആയിരുന്നായിരിക്കാം. ഇപ്പം ഞങ്ങളുടെ സ്റ്റൈലെന്ന് പറയുന്നത്, ഈ ഞങ്ങളുടെ സ്റ്റൈലിലേക്കൊന്ന് വരട്ടെ. ഇത് ഈ നാടകവും അങ്ങനൊരു സ്റ്റൈലിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ന്യൂ ഇയറിൽ പിറക്കാനിരിക്കുന്ന കൊച്ചിയിലെ ബഹളങ്ങളും പാട്ടുകളും, അതിനിടയിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ദുരന്തവും. അപ്പോഴും ഇത് ചെയ്ത വലിയവന്മാരുടെ ഒരു അഹങ്കാരം എന്താണെന്ന് ചോദിച്ചാൽ, എന്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ള വക്കീലന്മാരുണ്ട്, പണമുണ്ടെങ്കിൽ. ഇതാണ് ആ ഒരു ധൈര്യത്തിൽ ഇവിടെ കൊന്നേച്ച് ഇവർ അങ്ങനെ വിലസി നിൽക്കുന്നിടത്ത് കട്ടം വീണു. പിന്നെ നമ്മളിതൊന്നും അല്ല കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ലൈറ്റ് തെളിയുമ്പോൾ നമ്മൾ കാണിക്കുന്നത് കൊച്ചിയിലെ അരൂര് ആ കായലിൻ്റെ നടുവിൽ കൂടി പോകുന്ന റെയിൽവേ കണ്ടിട്ടില്ലേ? ആ ട്രെയിൻ അതിലേ പോയിക്കൊണ്ടിരിക്കുക. ട്രെയിൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വക്കീലിൻ്റെ ഭാര്യയും ഭർത്താവും വക്കീലന്മാരാണ്. അവരുടെ വീടിൻ്റെ സ്വീകരണ മുറിയാണ്. ഈ സ്വീകരണ മുറി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യയും ഭർത്താവും വക്കീലന്മാരാണല്ലോ. ഭാര്യയ്ക്ക് ഭർത്താവ് കോടതിയിൽ വരുന്നത് ഇഷ്ടമല്ല. തിരിച്ചാണ് ഉണ്ടാവാറുള്ളത്. അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇയാളെ ഒരു കസേര കെട്ടിയിട്ടിരിക്കുക മൊത്തം. അവിടുന്ന് ആ കെട്ടിയിട്ടതിൽ നിന്നും ഒന്ന് മോചിതനായിട്ടാണ് എൻ്റെ വരവ്. അഡ്വക്കേറ്റാണ് സതീഷ്. ഭാര്യ അഡ്വക്കേറ്റാണ്. ശരി. ഈ നാടകം ഒരുപാട് ഒരു എണ്ണമില്ലാത്തത്രയധികം നാടകങ്ങൾ സംവിധാനം ചെയ്തു, അത്രയും തന്നെ അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ സതീഷ് ഏട്ടൻ്റെതായിട്ടൊരു പ്രൊഫഷണൽ സ്ക്രിപ്റ്റ് ഉണ്ടായതായിട്ട് എനിക്കറിയില്ല, ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ സതീഷ് ഏട്ടൻ്റെ കയ്യിൽ എത്തുന്ന സ്ക്രിപ്റ്റുകളിൽ ഇങ്ങനെ കത്തിവെക്കാറുണ്ടോ? കത്തിവെക്കാറില്ലല്ലോ, കത്തി വയ്ക്കുന്ന ഇതല്ല. പക്ഷേ തീർച്ചയായിട്ടും എഴുത്തുകാരനുമായിട്ടിരുന്ന് ആലോചിച്ച് മാറ്റങ്ങൾ വരുത്തി വെക്കുള്ളൂ. നമ്മളൊരു ചർച്ച ചെയ്ത് മാറ്റങ്ങൾ വരുത്തണം. അതിപ്പം സഹകരിച്ച എല്ലാവരും ചെറുന്നൂർ ജയപ്രസാദ്, ഫ്രാൻസിസ് ഡി മാവലിക്കര, രാജൻ കിഴക്കനേല, ദിനേശ് പള്ളത്ത്, സുനിൽ കെ ആനന്ദ്, ഇന്നിപ്പോൾ ഈ സീരിയൽ രംഗത്തുള്ളവരെല്ലാം അങ്ങനെ സഹകരിച്ച് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതുമായിട്ട് സഹകരിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു.